ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ അവതാരത്തെക്കുറിച്ചാണ്. ഓരോ അവതാരത്തിനും പൂർണ്ണ ലക്ഷ്യത്തോടു കൂടിയാണ് അവതാരം എടുക്കുന്നത്. അധർമ്മം പെറ്റുപെരുക, എല്ലാ തരത്തിലും സത്യം നശിക്കുക, അതുപോലെ തിന്മ വളർന്നു പന്തലിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നിർണായകമായ ഘട്ടത്തിൽ ഇനി അവതരിച്ചേ പറ്റൂ, ഇനി അവതാരം എടുത്തേ പറ്റൂ എന്നുള്ള അവസരങ്ങളിലാണ് അവതാരം ഭഗവാൻ എടുക്കുന്നത്. അങ്ങനെ എടുത്ത അവതാരമാണ് പരശുരാമ അവതാരം. 6ാമത്തെ അവതാരമായ ഈ പരശുരാമ അവതാരം എടുത്തത് തന്നെ സത്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ഷത്രിയ വംശത്തെ മുഴുവനും നശിപ്പിക്കുകയുണ്ടായി. അതിനുള്ള കാര്യവും കാരണങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അഗ്നിയുടെയും അനസൂയയുടെയും മകനായിട്ടാണ് ദത്താത്രേയ മുനി ജനിച്ചത്. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിരുന്നു. ഈ ദത്താത്രേയൻ കാർത്തവീര്യന് 1000 കൈകളോടുകൂടി ജനിക്കും. 1000 കൈകൾക്കുള്ള ബലവും അല്ലെങ്കിൽ 1000 കൈകളോടുകൂടിയും നിത്യ യൗവനവും പ്രദാനം ചെയ്യുന്നതിന് അദ്ദേഹം അതിനുള്ള വഴിയുണ്ട്. അത് കാർത്തവീര്യന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ കാർത്തവീര്യൻ അഗ്നിദേവനെ പ്രസാദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വനം അഗ്നിദേവന് ആഹാരമായി കൊടുത്തു. ഈ അഗ്നിദേവൻ ആ വനത്തെ ആഹാരമായി സ്വീകരിച്ചപ്പോൾ അവാനൻ എന്ന ഒരു മുനിയുടെ ആശ്രമവും അതിൽപ്പെട്ടു. അവാനന് സഹിക്കാൻ വയ്യാത്ത വേദന തോന്നി. ഇതിന് കാരണക്കാരനായ കാർത്തവീര്യനെയും പരശുരാമനെയും ശപിക്കുകയും ചെയ്തു. ഈ കാർത്തവീര്യൻ്റെ 1000 കൈകളും നിത്യ യൗവനവും പരശുരാമനാൽ നശിക്കപ്പെടണം എന്നായിരുന്നു ആ ശാപം. ഈ ശാപം കേട്ട ഉടനെ തന്നെ കാർത്തവീര്യന്
താങ്ങാനാവാത്ത ദേഷ്യവും വെറുപ്പും വിഷമവും ഉണ്ടായി. അദ്ദേഹം ഈ അവാനൻ എന്ന മുനിയെ ധാരാളം ഉപദ്രവിക്കുകയും അങ്ങേറ്റം വേദനിപ്പിക്കുകയും ചെയ്തു. അവാനന് താങ്ങാനാവാതെ തൻ്റെ മക്കളോട് പറഞ്ഞു പരശുരാമനുമായി ഏറ്റുമുട്ടാൻ. അങ്ങനെ പരശുരാമനുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടി മക്കൾ ഉടൻ തന്നെ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. നേരെ ഭഗവാന്റെ അടുത്ത്, പരശുരാമ ഭഗവാന്റെ അടുത്ത് ആ ആശ്രമത്തിൽ വന്നെങ്കിലും പരശുരാമനെ കാണാൻ പറ്റിയില്ല. പരശുരാമൻ ആ സമയത്ത് മഹേന്ദ്രഗിരിയിൽ അച്ഛൻ്റെ ആജ്ഞപ്രകാരം തപസ്സനുഷ്ഠിക്കാൻ പോയിരുന്നു. മകനെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ അച്ഛനെ തന്നെ പിടിച്ചു കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ജമദഗ്നിയെ പിടിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചെങ്കിലും അവർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തലയെ വെട്ടി. ആ തലയും കൊണ്ട് അവാന എന്ന മഹർഷിയുടെ മുനിയുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഈ വിവരം പരശുരാമൻ അറിഞ്ഞിട്ട് പരശുരാമൻ നേരെ വന്ന് അദ്ദേഹത്തിൻ്റെ മരണാന്തര ക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം ദുഃഖിതനായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ രേണുക ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തപ്പം പരശുരാമന് സഹിക്കാൻ പറ്റിയില്ല. ഒരേ സമയം അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടു. ഇതിന് കാരണക്കാരായ ക്ഷത്രിയ വംശത്തെ മുഴുവനും നശിപ്പിക്കണം എന്നുള്ള മോഹം അദ്ദേഹത്തിനുണ്ടായി. 21 പ്രാവശ്യം ലോകം ചുറ്റി നടന്ന് ക്ഷത്രിയ വംശത്തെ മുഴുവനും അദ്ദേഹം നശിപ്പിച്ചു. അവസാനം ക്ഷത്രിയ വംശത്തെ മുഴുവനും നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ദശരഥൻ്റെ മകനായിട്ട് ജനിച്ച 7ാമത്തെ അവതാരമായ ശ്രീരാമനുമായി ഏറ്റുമുട്ടി. പക്ഷേ ഭഗവാനും മഹാവിഷ്ണുവിൻ്റെ അവതാരമായത് കാരണം പരശുരാമന് ശ്രീരാമനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ താങ്ങാനാവാത്ത ദുഃഖത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കാനുള്ള കാരണം. ഓരോന്നിനും ഓരോ കാരണങ്ങളും കാര്യങ്ങളും കാണും. അവതാര ലക്ഷ്യങ്ങൾ തന്നെ പൂർത്തീകരിക്കുന്നത് ആ തിന്മകൾ മുഴുവനും നശിക്കുമ്പോഴാണ്. അതുപോലെ ഭഗവാൻ 10ാമത്തെ അവതാരമായ കൽക്കി ഭഗവാൻ എടുത്തത് മ്ലേച്ഛന്മാരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് തിന്മയെ മുഴുവനായി നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ അവതാരം എടുത്തത്. ആ അവതാരം ഭഗവാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആദ്യം ഒരു അവതാരത്തിലും ആരും തന്നെ ആദ്യമേ അംഗീകാരം കൊടുത്തിരുന്നില്ല. ഒരുപാട് കഷ്ടവും നഷ്ടവും ദുഃഖവും വിഷമവും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം കേട്ട് അനുഭവിക്കാവുന്നതിന് അപ്പുറം ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് തന്നെയാണ് ഓരോ അവതാരവും മുന്നേറിയത്. അതുപോലെ കൽക്കി അവതാരമായ അവതാരമെടുത്ത എന്നിൽ ഭഗവാൻ കൊണ്ടുവന്ന ഈ കാര്യവും മ്ലേച്ഛന്മാരെ മുഴുവനും നശിപ്പിക്കാനും അതുപോലെ തിന്മയെ മുഴുവനും നശിപ്പിക്കാനും ആണ്. ഇപ്പം തിന്മ മുഴുവനും പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണെന്നുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇനിയും 2 ദുരന്തങ്ങളും ഭൂമിയിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പം ജനങ്ങൾക്ക് സത്യം ഏതെന്നോ മിഥ്യ ഏതെന്നോ തിരിച്ചറിയില്ല. ആർഭാടവും ആഡംബരവും സുഖസൗകര്യങ്ങളും ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ആ യുഗവും കലിയുഗം തന്നെയാണ്. അതിൽ ഭഗവാന്റെ റോൾ എന്താണെന്നോ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഭഗവാൻ നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നോ ജനങ്ങൾക്ക് അറിയേ വേണ്ട. അപ്പം ആ രീതിയിൽ പോകുന്ന സമയം ഭക്തിയില്ല, ബഹുമാനമില്ല, മുതിർന്ന ആൾക്കാരെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയില്ല,
പാഠപുസ്തകങ്ങളിൽ ദൈവികത്തിൻ്റെ അംശമേ ഇല്ല. അപ്പം ഇതെല്ലാം പൂർണ്ണമായും നശിച്ച് കഴിഞ്ഞു. ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇതിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് മാറ്റം വന്നേ പറ്റുള്ളൂ. അപ്പം ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എങ്ങനെ വരണം, അടുത്ത അവതാരം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. എനിക്ക് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് മുഴുവനും അസാധ്യമായ കാര്യങ്ങൾ തന്നെയാണ്. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ അനുഭവത്തിലൂടെ എല്ലാ കാര്യങ്ങളെയും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, ഇവിടെ അവതരിച്ചത്. അപ്പോൾ ഈ ഭാഗ്യം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഭഗവാനെ അറിയുന്ന ആൾക്കാർ ആയിരിക്കണം. ഭഗവാനെ അറിയണ ആൾക്കാർ ആയിരിക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഭഗവാനെ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഭഗവാനെ വേണമെന്നും താങ്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലും ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടണം എന്നും ആരാണോ ആഗ്രഹിച്ചു വരുന്നത് അവർക്ക് ഭഗവാൻ കൊടുത്തിരിക്കും. എന്താഗ്രഹവും സാധിച്ചു കൊടുക്കാനും ന്യായമായ ഏത് കാര്യങ്ങളും ചെയ്യാനും ഭഗവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിന് അർഹരാണോ എന്നതും കൂടെ ഭഗവാൻ നോക്കിയിട്ടേ ആ കൈകളിൽ എത്തിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ ആഗ്രഹമുണ്ട്. എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനിതാ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.